ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വമ്പൻ പ്രചാരണം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. രാജ്യത്തലവൻ ആദ്യം തമിഴ്നാട്ടിലേക്ക് വെച്ചുപിടിക്കും എന്നാണ് കേൾക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കും. മെയ് 30-നാണ് അദ്ദേഹം അവിടെ എത്തുക. ആത്മീയമായ ജീവിതമാണ് 48 മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹം പിന്തുടരുക എന്നാണ് വാർത്തകൾ. സ്വാമി വിവേകാനന്ദൻ ഇവിടെ ധ്യാനത്തിന് ഇരുന്നുവെന്നതുകൊണ്ടാണ് വിവേകാനന്ദ പാറ സ്മാരകമായി ഇത് അറിയപ്പെടാൻ കാരണം. തമിഴ് സന്യാസിവരനും പണ്ഡിതനുമായ തിരുവള്ളുവരുടെ പ്രതിമയ്ക്ക് അടുത്തായിട്ടാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. അറിയപ്പെടുന്ന വിനോദസഞ്ചാര മേഖല കൂടിയാണിത്. കന്യാകുമാരി തീരത്ത് നിന്ന് കടലിന്റെ നടുവിലേക്ക് സഞ്ചരിച്ചാലാണ് വിവേകാനന്ദ പാറയിൽ എത്തിപ്പെടാനാവുക. വ്യാഴാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും. തുടർന്ന് ധ്യാനത്തിനിരിക്കും. ജൂൺ 1-ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. വിവേകാനന്ദ പാറയിലെ ധ്യാൻ മണ്ഡപത്തിലാണ് പ്രധാനമന്ത്രി ധ്യാനത്തിനിരിക്കുന്നത്. രാജ്യത്താകെ യാത്ര ചെയ്ത ശേഷമാണ് വിവേകാനന്ദൻ ഇവിടെ എത്തിയത്. 3 ദിവസം ഇവിടെ ധ്യാനത്തിന് ഇരുന്നുവെന്നും വികസിത ഭാരതിനായുള്ള സങ്കല്പം അദ്ദേഹത്തിന് ലഭിച്ചുവെന്നുമാണ് വിശ്വസിച്ചു പോരുന്നത്. ഇന്ത്യയുടെ തീർത്ഥാടക കേന്ദ്രങ്ങളിലൊന്നായിട്ടും വിവേകാനന്ദ പാറയെ പരിഗണിക്കുന്നുണ്ട്. കന്യാകുമാരി ദേവി ഭഗവാൻ ശിവനെ ഈ പാറയിൽ നിന്നാണ് പ്രാർത്ഥിച്ചിരുന്നതെന്നാണ് ഐതിഹ്യം. 2019-ലെ പൊതു തിരഞ്ഞെടുപ്പിന്റെ സമയത്തും സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി ആത്മീയ ഇടവേള എടുത്തിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കി കേദാർനാഥിലെ ഗുഹയിൽ ധ്യാനത്തിന് പോയിരുന്നു അദ്ദേഹം. 2014-ൽ ശിവജിയുടെ പ്രതാപ്ഗഡ് ആയിരുന്നു മോദി സന്ദർശിച്ചത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് പ്രധാനമന്ത്രിയുടെ ആത്മീയ സന്ദർശനവും ധ്യാനവും നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ജില്ലയിലും ലക്ഷദ്വീപ് കടലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കടുത്ത ആത്മവിശ്വാസത്തിലാണ് മോദിയും BJPയും പ്രചരണം അവസാനിപ്പിക്കുക. ഇതിനോടകം 350 സീറ്റിലധികം നേടിയെന്നാണ് പ്രചരണത്തിലടക്കം മോദിയും അമിത്ഷായും ഉന്നയിച്ചത്. ഇത്തവണ 400 സീറ്റ് NDA നേടുമെന്നാണ് പ്രചരണത്തിലടക്കം നേതാക്കൾ ഉന്നയിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 100 സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രചരണത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം BJP 200 സീറ്റിൽ താഴെ പോകുമെന്നാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ NDA നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ അത്രയും സീറ്റുകൾ നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് വിപണിയെ നിരാശപ്പെടുത്തുമെന്നും കിഷോർ പറഞ്ഞു വെക്കുന്നു. BJP 370 സീറ്റോ അതിലധികമോ നേടുമെന്നാണ് ഓഹരി വിപണി കരുതുന്നത്. എന്നാൽ BJPക്ക് അത് നേടാനായില്ലെങ്കിൽ ഓഹരി വിപണിയെ അത് വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്യും. ഇത് തന്നെയാണ് BJPയുടെ കാര്യത്തിലും സംഭവിക്കുക. BJP 370 സീറ്റിൽ താഴെ നേടിയാൽ അതൊരു ചർച്ചാ വിഷയമായേക്കാം. വിപണിയിൽ അത് പ്രതിഫലിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP തന്നെ വിജയിക്കുമെന്നും സർക്കാർ ഉണ്ടാക്കുമെന്നും പ്രശാന്ത് കിഷോർ പ്രവചിച്ചിട്ടുണ്ട്. 370 സീറ്റാണ് ടാർഗറ്റ് എന്ന BJPയുടെ പ്രചരണം വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ്. ഇതിലൂടെ തിരഞ്ഞെടുപ്പിന്റെ മൊത്തം പ്രചാരണമാണ് മാറിയിരിക്കുന്നതെന്നും പ്രശാന്ത് കിഷോർ അവകാശപ്പെട്ടു.